യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജയറാം ഇതേപോലെ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് രാമാനുജം എന്നാണ്. റാം എന്ന് സൗന്ദര്യമൊക്കെ വിളിക്കും, മറ്റ് ക്യാരക്ടേഴ്സ് വിളിക്കും, രാമു എന്ന് വിളിക്കും. അപ്പോൾ രാമാനുജം എന്നാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് അങ്ങനെ ജയറാം ചോദിച്ചു, എന്തരോ രാമാനുജ ഭാവലു എന്നുള്ള ഒരു പേരെങ്ങനെ ഉണ്ടാവും എന്നുവെച്ചാൽ ഈ രാമാനുജൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ പേര് ടൈറ്റിലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വളരെ ആലോചിച്ച് പിടിച്ച് ജയറാം ഉണ്ടാക്കിയൊരു പേരാണ് അത്. എന്തുകൊണ്ടോ ഞാനതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് സംവിധായകനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പേര് അദ്ദേഹം വേണ്ടെന്ന് ചിലപ്പോൾ വെച്ചതാണ്. യാത്രക്കാരൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പേര് എന്തായാലും സത്യനന്ദിക്കാട് തന്നെയാണ് ആ പേരിട്ടത്. അപ്പോൾ പൊള്ളാച്ചിയിൽ വെച്ച് ഈ ടൈറ്റിലിൻ്റെ കാര്യം നിർമ്മാതാവ് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ദിവസങ്ങളോളം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പല പേരുകളും സജസ്റ്റ് ചെയ്യാറുണ്ട്. അവസാനം മറവത്തൂർ എന്ന് പറയുന്ന ഒരു സങ്കല്പ ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഒരു മറവത്തൂർ സ്വപ്നം, ഒരു മറവത്തൂർ കനവ് എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിലും വിളിച്ചു ചോദിച്ചപ്പം നഖശികാന്തം എതിർപ്പാണ് നാനാഭാഗത്തുനിന്നും. ഒരു തിയേറ്ററുകാരൻ പറഞ്ഞു, ഈ ഒരു പേരിട്ടിട്ട് ഈ സിനിമ ഇറക്കുകയാണെങ്കിൽ ഈ സിനിമ ഞങ്ങൾ കളിക്കൂല എന്ന് പറഞ്ഞു. അതായത് അവരുടെ തിയേറ്ററിൽ ഈ പേരിട്ടിട്ടുള്ള സിനിമ കളിക്കൂലെന്ന്. അങ്ങനെ പല തിയേറ്ററുകാരും ഈ പേര് തിരസ്കരിച്ചു. ഈ പേര് വേണ്ട കേട്ടോ, ഈ പേര് ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിർമ്മാതാവ് സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് എന്താ ഇപ്പം ചെയ്യുക, എങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു പറയും. അപ്പോൾ ഈ തിയേറ്ററുകാരുടെ സംഭവം എന്ന് പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം സാധാരണഗതിയിൽ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ പ്രേക്ഷകൻ്റെ പൾസ് അറിയുന്ന ആളുകളാണ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ. ഇപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾക്ക് വേണമെങ്കിൽ എപ്പോഴും ഒരേ സിനിമ തന്നെ പലതവണ കാണാം. ഒരു തിയേറ്റർ മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ആളുകളായിട്ട് കൂടുതൽ സമ്പർക്കം ഉണ്ടാവുകയും സിനിമയുടെ അഭിപ്രായം ഏതാണ് നല്ല സിനിമ, ഏത് ചീത്ത സിനിമ എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷന് ചാൻസ് ഉണ്ടാകും. തിയേറ്റർ ഉടമസ്ഥനാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഏത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഏത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇതുണ്ടാവും എന്നൊക്കെയാണ് പൊതുവിലുള്ള ഒരു ധാരണ. പക്ഷേ അത് എന്ന് പറയുന്നത് ഈ പൾസ് അറിയുക എന്ന് പറയുന്ന സംഗതിയിൽ ഒരു കഴമ്പില്ല. ഇപ്പോൾ ഒരു സിനിമ ഓടിയാൽ ഈ തിയേറ്ററിൽ ഇപ്പോൾ തിയേറ്റർ മാനേജറാണെങ്കിൽ പറയും, അതെന്താണെന്നറിയോ, 47ാമത്തെ സീനിൽ ദിലീപിനെ മഞ്ജു വാര്യർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ, അവിടെ ജനങ്ങൾ ഭയങ്കര കയ്യടിയാണ്. ആ ഒറ്റ പോയിന്റിലാണ് പടം സൂപ്പർ ഹിറ്റായത്. അപ്പോൾ പടം ഏതെങ്കിലും പടം പൊളിഞ്ഞു പോയാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, പടം പൊളിഞ്ഞത് പറയുന്നല്ല, ഈ 37ാമത്തെ സീനിൽ മമ്മൂട്ടി മോഹൻലാലിനോട് എടാ മരവണ്ട നിനക്ക് പോയി ചത്തൂടെ എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ മമ്മൂട്ടി കയറി മോഹൻലാലിനെ എടാന്നൊക്കെ വിളിക്കുന്നത് മോഹൻലാലിൻ്റെ ഫാൻസിനും അതുപോലെയുള്ള ആളുകൾക്കൊന്നും പിടിക്കില്ലല്ലോ. എടാന്ന് വിളിച്ചോട് കൂടിയിട്ട് ആ പടത്തിൻ്റെ ഒരു സംഗതി പോയി. പിന്നെ 67ാമത്തെ സീനിൽ ശോഭന പച്ച സാരി ഉടുത്തിട്ടാണ് വരുന്നത്. അത് നീല സാരി ആയിരുന്നെങ്കിൽ പടം സൂപ്പർ ഹിറ്റാവുമായിരുന്നു. പിന്നെ 2ാമത്തെ റീലിൽ തന്നെയല്ലേ പാട്ട് കൊണ്ടേ വെച്ചിരിക്കുന്നത്. അത് 4ാമത്തെ റീൽ 3ലോ 4ലോ വരണമായിരുന്നു. അപ്പോൾ പടം ഹിറ്റാവുമായിരുന്നു. ഇങ്ങനെ നമുക്ക് ആർക്കും പിടിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പടം ഓടുന്നതിനെ പറ്റിയും പടം ഓടാത്തതിനുമുള്ള കാരണങ്ങൾ ഇവർ കണ്ടുപിടിക്കുക. അതാണ് പൾസ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ എറണാകുളത്തുള്ള ഒരു തിയേറ്റർ ഉടമസ്ഥനും വേറൊരു തിയേറ്ററിൻ്റെ മാനേജരും ഒരു വലിയ കൂട്ടുകാരാണ്. അപ്പോൾ ഇവരുടെ ഒരു പൊതു സുഹൃത്താണ് സിനിമകൾ ധാരാളം എടുത്തിട്ടുള്ള മലയാളത്തിലെ ഒരു നിർമ്മാതാവ്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ നിർമ്മാതാവിനോട് ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഭയങ്കരമായ പൾസ്, തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഉടമസ്ഥനും പിന്നെ മാനേജറുമാണല്ലോ. അവർ പറയുന്നത് വെച്ചാൽ ഓഡിയൻസ് ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ. നമ്മളെന്ന് പറയുന്നത് ഈ ഓഡിയൻസ് ഇങ്ങനെ വരികയല്ലേ, പുതിയ ആളുകൾ. അപ്പോൾ അവരുടെ പൾസ് നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് അടുത്തിരുന്ന് കാണുകയല്ലേ. ഒരു തവണയാണോ കാണുന്നത്, പല തവണയല്ലേ കാണുന്നത്. ഓരോ തവണയും പുതിയ കാഴ്ചക്കാരുടെ പൾസ് ഇങ്ങനെ വരികയല്ലേ. അതൊക്കെ ഞങ്ങൾ പിടിക്കുകയല്ലേ. അങ്ങനെ പടം വിജയിക്കുന്നതിൻ്റെയും പരാജയപ്പെടുന്നതിൻ്റെയും കാരണങ്ങൾ, പൾസ് പിടുത്തം, ഇതൊക്കെ ആയിട്ട് ഈ നിർമ്മാതാവ് ധാരാളം സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. നിർമ്മാതാവിന് ഇവരെ
രണ്ടുപേരെയും വെച്ച് ഒരു സിനിമ എടുക്കാൻ, കാരണം ഓഡിയൻസിൻ്റെ പൾസ് അറിയുന്ന ആൾക്കാരല്ലേ, ഇവരെ കൊണ്ടൊരു തിരക്കഥ എഴുതിച്ചാലോ? അങ്ങനെ ഇവരുമായിട്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് പൾസ് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളത്തിനുള്ള ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുന്നു. ഭയങ്കര എന്നുവെച്ചാൽ എത്രയോ സിനിമകൾ കണ്ട് തഴക്കവും പഴക്കമുള്ള ഉടമസ്ഥനും മാനേജറുമാണല്ലോ. ഡിസ്കഷൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കരമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരു കഥയുണ്ടാക്കുന്നു. എല്ലാ ഓഡിയൻസിൻ്റെ എല്ലാ പൾസും മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള തിരക്കഥയുണ്ടാക്കുന്നു, സംഭാഷണം എഴുതുന്നു. കൊള്ളാവുന്ന പ്രഗത്ഭനായ എന്ന് തന്നെ പറയാവുന്ന ഒരു സംവിധായകൻ അത് സിനിമയാക്കുന്നു. പടം 8 നിലയിൽ പൊളിയുന്നു.